പരിപാടി ഹൈ ലെവല് 10-50 ആൾക്കാർ നോമ്പുതോറാണ് നോക്കിക്കോളി. ആ വെള്ളം 2 കൈയിലോണ്ട് കളിക്കാനും സംഗതി ആവുള്ളൂ. നല്ലോണം കളിക്കണം. നോക്കി കമ്പറ്റിന്റെ ഒരാള് മധുരാള് മധുരം നോക്കണം. മധുരം നോക്കൂ, കുറച്ച് വിട്ടിക്കുക അല്ല മധുരം തീർന്നു. അതാ ഒരു ചാട്ടാക്കി ഒച്ചയായിട്ട് അല്ല മധുരോട് മധുരം ചോദിച്ചേ ഉണ്ടാ മധുരണ്ടാ അപ്പൊ ഇന്ന് നമ്മള് നല്ലൊരു നോമ്പ് തുറക്ക് ഒരുങ്ങണം. നോമ്പ് തുറക്ക് എല്ലാവരും സെറ്റ് ആയിക്കണേ. അപ്പൊ നമ്മളെ പെരൻ്റെത് ഏകദേശമൊക്കെ റെഡി ആയിട്ടാ. ഫുള്ള് മെയിൻ സ്ലാബിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതൊക്കെയാണ് മെയിൻ സ്ലാബ് പരിപാടി കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ പരിപാടി കൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തേപ്പിന്റെ പരിപാടിയൊക്കെ തുടങ്ങട്ടോ. ഒരു സൈഡ് നമ്മൾ തേപ്പിന്റെ പരിപാടി തുടങ്ങി. ഇവിടെയൊക്കെ അതങ്ങനെ തേച്ച് റെഡിയാക്കണം. നമ്മളെ റൂമിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു തലക്കാന്ന തേപ്പ് നടക്കുന്നുണ്ട്, ഒരു തല വയറിങ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ്. എന്തായാലും ഇന്ന് ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോവാണ്. അപ്പം നമുക്ക് കോഴിക്കോട് ബീച്ചിൽ നിന്ന് കാണാം. ഓക്കെ, കേട്ടോ. നല്ല ഹൈറ്റുള്ള സാധനം, വെയിറ്റ് ആണ് കൊടുത്തത്. വിട്ടാളി നാവ് ഇതിന്റെ വെയിറ്റ് കൊണ്ടാണ്. വയസ്സായ ആളല്ല, അപ്പൊ നാവൊക്കെ വരുന്നുണ്ട്. പരിധി ഉണ്ട്. ഇതൊക്കെ ഞാൻ നോക്ക് പറഞ്ഞൂടെ, ഗ്യാസൊക്കെ അല്ല നോമ്പറക്കല്. ഓൽക്ക് വർക്കാ അരിവക്കന്നെ വർക്കണമെന്നില്ലല്ലോ. കുറച്ച് വൈകുന്നതോളം കൂലി ആരണം. സമൂസത്തോളം നോമ്പറന്നോ ചെയ്യാ നോമ്പറന്നോ മെയിൻ്റെ ചെയ്യണ ചേട്ടാ ഇത് നോമ്പറ്റാണോ? ഇത് നോമ്പറന്നാണോ? ഞങ്ങളൊരു ടീം അവിടുന്ന് വരുന്നുണ്ട് കേട്ടോ. പോലെ ഗ്യാസൊക്കെ വർക്കണമല്ലോ, ഞങ്ങൾ മരുവൊക്കെ വർക്കണമല്ലോ. നോമ്പ് തുറ നോമ്പ് തുറ ഇങ്ങനെ നോമ്പ് തുറ ഗ്യാസൊക്കെ തുറക്കേണ്ടി വരും ചാച്ചീന്. ഉണ്ടായിക്കോട്ടെ. ഇതെന്താ പത്തൊക്കെ ഉള്ളത്? ഇത് ഉടുന്നൊക്കെ കിട്ടി. ഇത് നമ്മളെ തൊടുവിൽ തന്നെ ഉണ്ടാക്കിയതാട്ടോ. അല്ല ഏതായാലും പറയില്ല, ഉണ്ടായിക്കോട്ടെ. ഞാനാ ഇത് തൊടുവിലുണ്ടായതല്ല, പറമ്പില് നിലമ്പൂരുള്ള മണ്ണിലോ? നിലമ്പൂരിലുള്ള മണ്ണിലുണ്ടായതാണല്ലോ. പത്തൊക്കെ പറമ്പിലുണ്ടായത്. ഇവൻഷ്യന്റെ അമരക്കാരൻ അതിൻ്റെതായിട്ടുള്ള കുറെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് നടക്കൂട്ടത്. അത് കണ്ടങ്ങള് കണ്ട പത്തൊക്കെ പോലും അറിയുന്നില്ല മുറിഞ്ഞത്. കൊണ്ടേ കൊടുക്കും
നിസ്കരിച്ചിട്ടുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് കാണിച്ചില്ല. പക്ഷെ എല്ലായിടത്തും പോയ ഒരാളുണ്ട് ഇവിടെ. എവിടെയാണ് എന്റെ കീപ്പിൽ അത് റെഡിയാണോ അല്ലേ ഇജ്ജ് പറയണം, ഇപ്പം പറയണം കുഞ്ഞോനെ. എങ്ങോട്ടാണ്? ആ ഇതിപ്പോ ബലേ ആ ഇത് കിബില മാറിക്കണേ, മാറി. കൊടുക്കണ പരിപാടി കേട്ടാ. ഇതൊക്കെ ഉതു നന്നായിക്കോട്ടെ, എന്റെ ഉതു വൃത്തിനുള്ള കുറ്റം കിട്ടും. വെള്ളം കൊണ്ട് നമ്മൾ എന്തായാലും വിധത്വം പാലിച്ചിട്ടെങ്കിലും വെള്ളം കൊണ്ട് അത് എടുത്ത് നിസ്കരിക്കണം. അതാണ് ഇതൊക്കെ പോണ്. അപ്പം വന്ന ടീമാട്ടാ. അവിടെ ചങ്ങായിമരങ്ങൾ നോമ്പറക്കാൻ വന്നേനെ. മണൽ കടത്ത് മീമാനോ ഓടെ മീമാനോ ഞാൻ കാണിക്കല്ലോ. അത് മീമാനല്ല, അത് നക്ഷത്രാണേ. അതിന്റെ പച്ചോനെ ഇപ്പൊ എനിക്ക് എന്തേ പറയണ്ട അതിനെ പറ്റി? ഒന്നും പറയാല്ല, നമ്മളൊക്കെ ഇതിലും വെൽത്തേനില്ല. അതൊക്കെ നമ്മളാള് സാറേ കേട്ടോ. നല്ല അത് ആയില്ലടാ, കാല് അതിൽ എത്രയൊക്കെ പോകും, കാല് മുട്ടിൻകൊക്കെ താവും. ശതാ നോമ്പർക്കൽ പൊളിച്ചില്ല. തലക്കാലം നേരത്തെ വന്നിട്ടാണ്ട് ഗ്യാസൊക്കെ പറക്കേണ്ടി വരും വിചാരിച്ചത്. ഏതായാലും കഴിച്ചില്ലായി. കുട്ടിമണ നണ്ട് യോ സ്ട്രോങ് ആണ്. നിങ്ങൾ വിചാരിച്ച മാതിരി ആവില്ല. അത് മാന്തളല്ലേ വാട്ടർ റോഡിലാ. ആവോ മാന്തള് അതാ മറ്റേ തോടുന്നുണ്ടാടാ. കിട്ടി നെണ്ടുണ്ട്. അതോ സാപ്പി എടാ മാന്തള്. ഓ അയ്യേ ഞാൻ കഴിഞ്ഞടാ. ചതന മുടിക്കണല്ലോ മണല്ലേ പോയൊക്കെല്ല നമ്മള്. എന്താ ബാവാ ശത ഫുള്ളായി ശത കിട്ടണില്ല. കിട്ടി പാല് തെളിയിച്ചിലാക്കി. ഓ കുട്ടീനൊക്കെ ആയിട്ട് നടക്കലടി കള്ളത്തിയെ. ഇത് കണ്ടങ്ങളെ ഞങ്ങളറിയില്ല ഏറ്റവും ചെറിയ കുട്ടികളെ മുന്നോട്ട് വെച്ചിട്ട് വല്യപ്പയും കുട്ടികളും കൂടി കഥ പറയട്ടാ. അതല്ല ഇവര് 10-50 ആൾക്കാർ ഒന്നായിട്ടാണല്ലോ നിങ്ങളെ തൊടാൻ വന്നേ. അതിനുള്ള ബസർപ്പ് ഉണ്ടായിക്കണ്. ഇവിടെ കരുത്തുറ്റ നായകൻ വീണ്ടും ഇതിലേക്ക് ഇറങ്ങുകയാണ്. കുറെ ടൈം വെച്ചാണ് മേലെ തന്നെ ദമ്മ് ഉണ്ടത്. അതിലെ തീക്ക് മാറ്റിയാടോ. ചോറ് കിട്ടാത്ത തീരെ രോഗം. ആ ചോറ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചോറ് വന്നിരിക്കുകയാണ്. അങ്കൽവാടി തുറന്നു വിട്ടാരി ഒന്നായിട്ടൊരു വരവല. ആർക്കും തരാതിരിക്കില്ല. എല്ലാരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കേട്ടോ. ശിവരി വാ കിട്ടിയാ. കുഴിമന്തിയല്ല, കുഴി ബിരിയാണി ആയില്ല. കുഴി ഉണ്ടാക്കി നോക്കിയാണ് മണല്. ഇതാണ് ആ വിദഗ്ധൻ. മണലിൽ കുഴി ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കിയ കൈകിട്ടോ. പെരിയില അച്ചാറല്ലേ ബാബാ? ഇത് ആണിന്റെ പിന്നെ പാലുകൊണ്ട് ഉണ്ടാക്കിയ തൈര്. ഇത് അച്ചാറ്. അമ്മാ കുട്ടിയൊക്കെയാ നോക്കട്ടെ. നോക്കി എങ്ങനെയുണ്ടാ കുയിന്ന് ചോറ് വെച്ചുമ്പോൾ എക്സ്പീരിയൻസ് എന്താ? അടിപൊളിയല്ല പൊളിയല്ല? ഷീ എങ്ങനെയുണ്ട് കടപ്പുറത്തെ ഫുഡ് കഴിക്കല്? ഷിയാ ഈ ആൾക്കാരുടെ ഇതിന്റെ ഒരു വർത്തമാനം പറഞ്ഞ ഒരു മനുഷ്യൻ മെക്കെട്ട് കണ്ട് ഒരു ആമ്പറന്നോ വീഡിയോ എടുക്കും. പോരത്തെ എല്ലാരും കഴിക്കണം. അതെങ്ങനെ എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിളിച്ചോളൂ. ഞാൻ നോക്കി പെട്ടെന്ന് ഇവര് നമ്മളറിയാതെ ഇവിടെ ചോറ് കഴിച്ച ഉളുപ്പ് വേണം മനുഷ്യന്മാരെ. ഉളുപ്പ് നമ്മളെ കാത്തു നിൽക്കാം.